ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആഹ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ എഥനോൾ ബ്ലെൻഡിങ്ങിനെ കുറിച്ച് ഒരുപാട് ട്വീറ്റുകൾ ഇടുന്നുണ്ട്. ആഹ്, അപ്പോൾ അതിന് ഒരുപാട് നല്ല റെസ്പോൺസസും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ വർഷങ്ങളായിട്ട് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഡെഫിനറ്റ്ലി ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റാൻഡ് എടുത്തതുകൊണ്ട് തന്നെ ആം, എനിക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട്. ആം, അപ്പോൾ ആ ഒരു എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ വിഷയത്തിൽ കുറച്ചും കൂടി ഒരു ക്ലിയർ പിക്ചർ തരണം എന്നുള്ളൊരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ വർക്ക് ചെയ്യുന്നത് ഒരു ഐ ടി മേഖലയിലാണ്. ആഹ്, ഒരു ഐ ടി പ്രൊഫഷണൽ ഓൾമോസ്റ്റ് ലൈക്ക് 16 ഇയേഴ്സ് ആയിട്ട് ഐ ടി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നു. ആഹ്, എനിക്ക് ഞാൻ ഈ ഒരു എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഓൺ ചെയ്യുന്നത് ഒരു 2012 മോഡലായിട്ടുള്ളൊരു ഹ്യുണ്ടൈ i20 ആണ്. മാഗ്ന വേർഷൻ പെട്രോൾ ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഒരു 16 അല്ലെങ്കിൽ ഒരു 14+ ഇയേഴ്സ് ആവുന്നു ആ ഒരു വണ്ടി എടുത്തിട്ട്. മോസ്റ്റ്ലി എൻ്റെ പാരൻസ് ആണ് അത് യൂസ് ചെയ്യുന്നത്. ഞാൻ വെക്കേഷനിൽ വരുമ്പോഴാണ് ആ വണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന എത്തനോൾ ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസി കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബ്ലെൻഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഇന്ത്യൻ ഫിനാൻഷ്യൽ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പൊതുവേ അത് എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് വെഹിക്കിൾസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഫെയിലിംഗ് ആണ്, അല്ലെങ്കിൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് കൂടുതൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വീഡിയോ ഭരണാധികാരികളിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിറ്റി തരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അല്ലെങ്കിൽ ഞാൻ എത്തനോൾ ബ്ലെൻഡിങ് എതിരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അല്ല. എത്തനോൾ ബ്ലെൻഡിങ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇമ്പോർട്ട് ഓഫ് ഫ്യൂവൽ ക്രൂഡ് ഓയിലിനെ ഡെഫിനറ്റ്ലി കുറയ്ക്കും. അത് കുറച്ചും കൂടി എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസി ഒഴിവാക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു E20 അല്ലെങ്കിൽ എത്തനോൾ ബ്ലെൻഡിങ്ങിനെ ഇത്രമാത്രം ക്രിറ്റിസിസം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോബ്ലമാണ്. നമ്മൾ ഗവൺമെൻറ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതുമായിട്ടുള്ളൊരു പ്രവണത ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കൺസേൺ റേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ പെട്രോൾ പമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂൽ ഏതാണ്, അത് എത്രമാത്രം എത്തനോൾ ബ്ലെൻഡഡ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആർക്കും ഒരു വ്യക്തത ഉണ്ടാവത്തില്ല. നമുക്ക് പെട്രോൾ പമ്പുകളിൽ കാണാൻ പറ്റും. ഞാൻ പെട്രോളിൻ്റെ കാര്യം മാത്രമേ പറയണേ, ഡീസൽ കാര്യം പറയുന്നില്ല. പെട്രോൾ പമ്പുകളിൽ നമുക്ക് അറിയുന്ന രണ്ട് പെട്രോളുള്ളത്. ഒന്ന് നോർമൽ പെട്രോൾ, പിന്നെ ഒന്ന് പ്രീമിയം പെട്രോൾ. പ്രീമിയം പെട്രോൾ അവർ ക്ലെയിം ചെയ്യുന്നത് XP95. XP95 എന്ന് പറയുന്നത് ഒക്ടേൻ റേറ്റിംഗ് ആണ്. അപ്പോൾ അതും എത്തനോൾ ബ്ലെൻഡഡ് തന്നെയാണ്. പക്ഷേ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡിറ്റീവ്സ് ഉണ്ട്, ഡിറ്റർജൻസ് ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ അല്ലെങ്കിൽ ഈ നോസിൽ അതെല്ലാം ക്ലീൻ ചെയ്യാൻ കുറേ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ ലെസ് നോക്കിംഗ് പ്രൊവൈഡ് ചെയ്യും ഒരു പ്രീമിയം പെട്രോൾസ്. വില കൂടുതലാണ്, സാധാരണ നോർമൽ പെട്രോളിനെ അപേക്ഷിച്ച് പ്രീമിയം പെട്രോളിന് വില കൂടുതലാണ്. പക്ഷേ അതും എത്തനോൾ ബ്ലെൻഡഡ് ആണ്. പിന്നെയുള്ളത് നോർമൽ പെട്രോൾ. നമ്മൾ സാധാരണ പെട്രോൾ പമ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വിഷയം ഇതാണ്, അതായത് നോർമൽ പെട്രോൾ വേണോ അല്ലെങ്കിൽ പ്രീമിയം പെട്രോൾ വേണോ എന്നുള്ളതാണ്. ഈ നോർമൽ പെട്രോളിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്ലെൻഡഡ് പെർസെൻറ്റേജ് ഓഫ് എത്തനോൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ പെട്രോൾ പമ്പുകാർക്ക് പോലും ഒരു വ്യക്തത ഉണ്ടാകത്തില്ല. മേ ബി അറിയുമായിരിക്കാം, പക്ഷേ അത് ക്ലിയർ ആയിട്ടൊരു പിക്ചർ അവർക്ക് ഉണ്ടാകത്തില്ല. അതാണ് ഫസ്റ്റ് കാര്യം. അതായത് ഗവൺമെൻറ് അവരുടെ പെട്രോൾ പമ്പുകളിൽ കൊടുക്കുന്ന പെട്രോളിൽ എത്രമാത്രം എത്തനോൾ ബ്ലെൻഡ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാവണം. കാരണം ഇപ്പോൾ നമ്മൾ നോർമൽ പെട്രോൾ പറഞ്ഞിട്ട് വിൽക്കുന്ന സംഭവം എത്തനോൾ 10 ആണോ, 15 ആണോ, 20 ആണോ, അതോ 20+ ആണോ എന്നുള്ളത് പോലും ജനങ്ങളിലേക്ക് അറിയത്തില്ല. അങ്ങനെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 2023 മുതലാണ് ഗവൺമെൻറ്റിൻ്റെ മാൻഡേറ്റ് വരുന്നത്, എല്ലാ വെഹിക്കിൾസും, അതായത് പുതുതായിട്ട് ഇറങ്ങുന്ന എല്ലാ വെഹിക്കിൾസും എത്തനോൾ 20 സപ്പോർട്ടുള്ള എഞ്ചിൻ ആയിരിക്കണം ഇറക്കേണ്ടതെന്നുള്ളത്, അല്ലേ? അപ്പോൾ 2023 മുന്നേ ഇറങ്ങിയ വണ്ടികളിൽ എത്തനോൾ 20 സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കില്ല.
അപ്പോൾ നേരെ പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി 2023 മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. 2022 എൻ്റെ അടുത്തൊരു ആള് ജസ്റ്റ് ഒരു 4 ഇയേഴ്സ് ആവുന്നേ ഉള്ളൂ പുള്ളിയുടെ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ആ വണ്ടികളിൽ എഥനോൾ 10 സപ്പോർട്ടുള്ള ഫ്യൂവൽ എഞ്ചിനായിരിക്കും. അങ്ങനെ വരുമ്പോൾ 4 വർഷം കൊണ്ട് എടുത്തൊരാൾ വണ്ടി എഥനോൾ 20 അല്ലെങ്കിൽ 20+ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവൽ അടിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് ആ വണ്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ, അത് ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഒരു കോമൺ മാൻ എന്ന നിലയ്ക്ക് അവർക്ക് തീർച്ചയായും ഒരു കൺസേൺ ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷനാണ് മെയിൻ പ്രോബ്ലം. E20 അല്ലെങ്കിൽ E20+ ആയിട്ടുള്ള ഫ്യൂവൽ ഇറക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ്ലി റെഡിയല്ല. പക്ഷേ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ റെഡി ആയിട്ട് നമുക്കൊരു പോളിസിയും അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ EV ആണെങ്കിലും ശരി, ഹൈഡ്രജൻ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എഥനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽസ് ആണെങ്കിലും ശരി. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഗവൺമെൻറ് തന്നെ ഫ്ലെക്സ് ഫ്യൂവൽസ് ഇറക്കി. പക്ഷേ എത്രമാത്രം ഫ്ലെക്സ് ഫ്യൂവൽസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ തുച്ഛമാണ്. കാരണം ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ഇൻഫ്രാ റെഡി ആവുന്നതിനൊപ്പം തന്നെയാണ് അവർ എഥനോൾ പെർസെൻറ്റേജും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ നോക്കിയിട്ട് ഇവർ ഫ്ലെക്സ് ഫ്യൂവൽ ഇറക്കുന്നു, അതിനൊപ്പം തന്നെ എഥനോളിൻ്റെ ബ്ലെൻഡഡ് പെർസെൻറ്റേജ് കൂട്ടുന്നു. ഇതാണോ പ്രശ്നം? അല്ല. ഇവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോയ്സ് കൊടുക്കുന്നില്ല. അതായത് പെട്രോൾ പമ്പുകളിൽ ജനങ്ങൾക്ക് ഏത് തരം പെട്രോൾ അടിക്കണം എന്നുള്ളതിൻ്റെ ചോയ്സ് ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം. അതാണ് ജനങ്ങളെ കൂടുതൽ ഒരു കൺസേൺ ആയിട്ട് അവർ കാണുന്നത്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്നല്ല. എത്തനോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാതിരിക്കാം, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദറ്റ് പോളിസി. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഫ്യൂവൽ അല്ലെങ്കിൽ എൻ്റെ വണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഫ്യൂവൽ ഈ ഒരു പമ്പ് ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ E20 സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പോയി E0 അടിക്കൂ, പ്യുവർ പെട്രോൾ അടിക്കൂ അറ്റ് എ ഹയർ പ്രൈസ് എന്ന്. അത് മേ ബി ഹയർ പ്രൈസ് ആയിരിക്കാം. ബട്ട് ഒരു പെട്രോൾ പമ്പുകളിലും E0 അവൈലബിൾ അല്ല. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് ഞാൻ ഒരുവിധം ഉള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ജിയോയിലാണെങ്കിലും നയാര ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള പെട്രോൾ പമ്പുകളാണെങ്കിലും, ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ അല്ലെങ്കിൽ HP പെട്രോൾ പമ്പുകളാണെങ്കിലും അതിനെല്ലാം എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്യുവർ പെട്രോൾ അടിക്കണം പറഞ്ഞാലും ഞാൻ ഏറ്റവും അടുത്ത് കണ്ടത് തൃശ്ശൂർ ഏതോ ഒരു ഔട്ട്ലെറ്റിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു, XP 100. അപ്പോൾ അതുപോലെ പെട്രോൾ പമ്പുകളിൽ ഈ എഥനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോൾ മാത്രം അവൈലബിൾ ആയ സിറ്റുവേഷനിൽ ഗവൺമെൻറ് പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി പ്യുവർ പെട്രോൾ അടിച്ചോ. പക്ഷേ പ്യുവർ പെട്രോൾ അടിക്കണമെങ്കിൽ അത് ആദ്യം അവൈലബിൾ അല്ല. അപ്പോൾ ഒരു E0 അല്ലെങ്കിൽ E10 പെട്രോൾ പമ്പുകളിൽ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ ഗവൺമെൻറ് തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ജനങ്ങളെ മനഃപൂർവ്വം E20 പെട്രോൾ അടിക്കാൻ നിർബന്ധിക്കുകയാണ്. ഏത് E0യും E20യും അൺഅവൈലബിൾ ആക്കിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരിക്കലും ഒരു നല്ലൊരു ഇംപ്ലിമെൻറ്റേഷൻ അല്ല. കാരണം മനഃപൂർവ്വം E0ൻ്റെയും E10ൻ്റെയും അൺഅവൈലബിലിറ്റി ആക്കിയിട്ട് ജനങ്ങളെ E20യിലേക്ക് പുഷ് ചെയ്യുന്നത് ഒരു വളരെ ബാഡ് ഇംപ്ലിമെൻറ്റേഷനാണ് ആക്ച്വലി. നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും, ഒരു ഫാം ബിൽ ഇറക്കിയ സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ബില്ലായിരുന്നു ആക്ച്വലി. ഫാം ബിൽ ഫാമേഴ്സിന് ഡയറക്റ്റ്സ് ആയിട്ട് റൈറ്റ്സ് കൊടുക്കുന്ന ഒരു ബില്ലായിരുന്നു. പക്ഷേ അതൊരു ധൃതി പിടിച്ചിറക്കിയതുകൊണ്ട് അതിനൊരുപാട് പ്രശ്നമുണ്ടായി, പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അതുകൊണ്ട് ഫാമേഴ്സ് തന്നെ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതുകൊണ്ട് ഗവൺമെൻറ് ലാസ്റ്റ് ആ ഒരു ബില്ലിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. ഇവിടെയും ഓൾമോസ്റ്റ് സിമിലർ സിറ്റുവേഷൻ വരുന്നത്. ഇപ്പോൾ പെട്രോൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് പബ്ലിക്കാണ്, പ്രൈവറ്റ് സിറ്റിസൺസ് ആണ്. ആസ് ഓഫ് നൗ ഡീസലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്, മോസ്റ്റ്ലി യൂസ്ഫുൾ ആയി ട്രാൻസ്പോർട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ഐസോബ്യൂട്ടനിൽ വരുന്നുണ്ട്, പറയുന്നുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അപ്രോച്ചിനെ കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ എത്തനോൾ ഇംപ്ലിമെൻറ്റേഷൻ ആസ് ഓഫ് നൗ ഇറ്റ്സ് വെരി 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 ബാഡ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈവൻ ഇഫ് ഗവൺമെൻറ് വിച്ച് ഐ സപ്പോർട്ട്, ബട്ട് അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ അപ്രോച്ച് വളരെ വളരെ മോശമാണ്. കാരണം 2023 മുന്നേ ഇറങ്ങിയ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് E0 അല്ലെങ്കിൽ E10 പെട്രോൾ യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് അവർക്ക് വിട്ടുകൊടുക്കണം. കാരണം ഈ ഒരു ചോയ്സ് കൊടുക്കാതെ നിങ്ങൾ E0 അടിച്ചോളൂ അല്ലെങ്കിൽ E20 അടിച്ചോളൂ പറയുന്നതിൽ ഒരു ന്യായമില്ല. കാരണം ആ പെട്രോൾ അവൈലബിൾ അല്ല പെട്രോൾ പമ്പുകളിൽ. ഓക്കെ, അതാണ് ആ ഒരു ചോയ്സിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം
മനഃപൂർവ്വം E20 മാത്രം അവൈലബിൾ ആക്കിയിട്ട് നമ്മളെ അത് യൂസ് ചെയ്യാൻ നിർബന്ധിതരാക്കാണ് ഗവൺമെൻറ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഞാനിപ്പോൾ E20 അടിക്കുന്നില്ല, അതായത് നോർമൽ പെട്രോൾ അടിക്കുന്നില്ല, E20 അല്ല നോർമൽ പെട്രോളേ അടിക്കുന്നില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രീമിയം XP95 ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 1180 കിലോമീറ്റേഴ്സ് ഞാൻ ലാസ്റ്റ് 1.5 മന്ത്സിൽ ഞാൻ ഓടിച്ചു. മോസ്റ്റ്ലി അതിൻ്റെ സ്പ്ലിറ്റ് വരുന്നത് 70% ഹൈവേസും 30% സിറ്റി ട്രാഫിക്കാണ് ഞാൻ ഡ്രൈവ് ചെയ്തത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്തെല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് ഞാൻ എൻ്റെ എയർ കണ്ടീഷൻ ഓൺ ആയിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഫീൽ ആയാൽ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹൈ ഒക്ടേൻ ഫ്യൂൽ ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അതിന് മുന്നേ, അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ച പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു XP95 അല്ലെങ്കിൽ പ്രീമിയം പെട്രോൾ അടിച്ച സമയത്ത് എനിക്ക് കിട്ടുന്ന എഫിഷ്യൻസി, അതായത് പവർ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കാരണം അതിന് മുന്നേയൊക്കെ ഞാൻ ആക്ച്വലി ഈ ഒരു എൻ്റെ I20 ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ ഒരു ബാഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം നമ്മൾ എത്ര ആക്സിലേറ്റർ ചവിട്ടിയാലും നമുക്ക് ആ ഒരു റിക്വയർഡ് പവർ കിട്ടത്തില്ല ഹൈവേസിലൊക്കെ ഓടുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു XP95 അടിച്ച ശേഷം, അതായത് എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ വിത്ത് അഡിറ്റീവ്സ്, എഥനോൾ 20 ആയിരിക്കാം, മോർ ആയിരിക്കാം, ലെസ്, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, ബട്ട് എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ വിത്ത് അഡിറ്റീവ്സ് എനിക്ക് ഹയർ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി ഇൻ ദ സെൻസ് ഒരു ഫ്യൂൽ എഫിഷ്യൻസി. കാരണം ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോൾ 12,500 റുപ്പീസിന് മറ്റേ ഞാനിപ്പോൾ പ്രീമിയം പെട്രോൾ അടിച്ചിരുന്നു. ഓൺ ആൻ ആവറേജ് ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡ്രൈവ് കിലോമീറ്റേഴ്സ് പറയുന്നത് 1180+ കിലോമീറ്റർ സംതിങ് ആണ് ഞാൻ ഡ്രൈവ് ചെയ്തത് വിത്ത് AC. സോ എൻ്റെ അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു 14 ഇയേഴ്സ് പഴക്കമുള്ള എൻ്റെ ഒരു പെട്രോൾ കാറിന് ഇപ്പോൾ കിട്ടുന്ന മൈലേജ് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ, കാരണം എല്ലാം അനലോഗ് മീറ്റേഴ്സ് ആണ്, അപ്പോൾ എൻ്റെ എല്ലാം മാനുവൽ കാൽക്കുലേഷനാണ് വരുന്നത്. ഞാൻ എനിക്ക് വരുന്നത് ഇപ്പോൾ ആസ് ഓഫ് നൗ വിത്ത് ദ ഫ്യൂൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് ഇൻ മൈ ടാങ്ക്, ദ മൈലേജ് വരുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 11 to 13 ആ ഒരു റേഞ്ചിലാണ് എൻ്റെ മൈലേജ് വരുന്നത്. നോട്ട് ബാഡ് ഫോർ എ കാർ ദാറ്റ് ഈസ് ലൈക്ക് ഏജ്ഡ് 14 ഇയേഴ്സ്. സോ ഇതിന് മുന്നേ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു വെഹിക്കിൾസിന്. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദിസ് എഥനോൾ യൂസേജ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. ബട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് എഫിഷ്യൻസി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, രണ്ടാമത് നല്ല പവർ കിട്ടുന്നുണ്ട് ആക്ച്വലി. അതായത് ഈ ഒരു അഡിറ്റീവ്സ് ഉള്ളതുകൊണ്ട് തന്നെ മേ ബി ഇഞ്ചിനിലുള്ള കാർബൺസ് എല്ലാം ക്ലിയർ ചെയ്തു, നോസിൽസ് എല്ലാം കുറച്ചും കൂടി പ്യൂറാക്കി, അതായത് ക്ലീൻ ചെയ്തു ബേസ്ഡ് ഓൺ ഡിറ്റർജൻറ്റ് ക്ലീൻ. കാരണം ഈ അഡിറ്റീവ്സ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ ക്ലെൻസിങ് ഡിറ്റർജൻസ് അതിൽ ആഡ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കാലാകാലങ്ങളായിട്ട് നോക്കിംഗ് ഇഷ്യൂസ് എല്ലാം കൊണ്ട് അൺബേൺഡ് കാർബൺസ് നമ്മുടെ വണ്ടിയിൽ ഡെപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇഞ്ചിൻസ് ഡെപ്പോസിറ്റ് ആയിരിക്കും. ഈ അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ നോസൽസ് എല്ലാം കുറച്ചും കൂടി ക്ലീൻ ആക്കിയിട്ട് ബെറ്റർ ഫ്യൂവൽ സ്പ്രേ നടക്കും നമ്മുടെ എഞ്ചിനിലേക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പവർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ലോഡ്, അതായത് ഇപ്പോൾ സാധാരണ ഞാൻ പണ്ടൊക്കെ ആക്ച്വലി AC ഇട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കയറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ AC ഓഫാക്കിയിട്ട് വണ്ടി ചവിട്ടി കയറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, കാരണം അത്ര ലോഡ് വലിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആസ് ഓഫ് നൗ ദാറ്റ് സംതിങ് വിച്ച് ഐ ഹാവ് നോട്ടീസ്ഡ് വെരി മച്ച് ആക്ച്വലി. അതായത് ബെറ്റർ കൂളിംഗ് കിട്ടുന്നുണ്ട്. കാരണം നേരത്തെ പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ എത്ര ചവിട്ടിയാൽ നമുക്കൊരു ACയുടെ ഒരു കൂളിംഗ് എഫക്റ്റ് വളരെ കുറവായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ജനറേറ്റഡ് ആ ഒരു എനർജി മൊത്തം വണ്ടി ഓടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് AC കൂളിംഗ് ഭയങ്കര മോശമായിരുന്നു ആക്ച്വലി. പക്ഷേ ഈ ഒരു XP95 യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷം എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ കൂളിംഗ് കിട്ടുന്നുണ്ട്. കാരണം വണ്ടിക്ക് ലോഡ് കുറവാണ്, അതായത് കിട്ടുന്ന എനർജി മൊത്തം വണ്ടി ഓടാൻ വേണ്ടി യൂസ് ചെയ്യാതെ AC കൂളിങ്ങിന് വേണ്ടിയിട്ടും കൂടി അതിന് എനർജി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ബെറ്റർ കൂളിംഗ് നടക്കുന്നുണ്ട്. ലെസ് നോക്കിംഗ്, കാരണം അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സാധാരണ നമുക്ക് ഈ എഥനോൾ യൂസ് ചെയ്യുന്നുണ്ട് സമയത്ത് നോക്കിംഗ് വരും ആക്ച്വലി. അതായത് പ്രീമച്വർ ബേണിംഗ് എന്ന് പറയും. നമ്മുടെ കമ്പഷൻ എഞ്ചിനുള്ളിൽ പ്രീമച്വർ ബേണിംഗ് നടക്കും. അതുകൊണ്ട് ഒരുപാട് കാർബൺസ് എല്ലാം അങ്ങനെ ജനറേറ്റ് ഡെപ്പോസിറ്റായി കിടക്കും. പക്ഷേ ഈ ഒരു ഇതിൽ പ്രീമച്വർ ബേണിംഗ് നടക്കുന്നില്ല, കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബേണിംഗാണ് നടക്കുന്നത്, കമ്പഷൻ നടക്കുന്നത്. അങ്ങനെ എഫിഷ്യൻറ്റ് കമ്പഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ലെസ് നോക്കിംഗ് കാരണം കുറച്ചും കൂടി ബെറ്റർ ഹാൻഡ്ലിങ് നടക്കും. അതായത് ഇഞ്ചിൻ്റെ ഹാൻഡ്ലിങ് കുറച്ചും ബെറ്റർ ആവും, കുറച്ചും കൂടി വണ്ടി സ്മൂത്ത് ആയിട്ട് ഓടി തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എനിക്ക് XP95 യൂസ് ചെയ്ത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. E0 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവം എനിക്ക് അറിയത്തില്ല, കാരണം എനിക്കിതുവരെ അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ അന്വേഷിച്ചു E0 വെച്ചിട്ട് വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി ഹൈ ഒക്ടേൻ റേറ്റിംഗ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം അവിടെയും ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ഒരു ഇൻറ്റർപ്രിട്ടേഷൻ. ഐ ഡോണ്ട് നോ ഇഫ് E0 വിൽ ബി അവൈലബിൾ. കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ആ ഒരു E0 പെട്രോൾ വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ച് ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ
അറ്റ്ലീസ്റ്റ് ആസ് ഓഫ് നൗ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള XP95 വെച്ച് ഓടിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഈ കിട്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റ് ഇതാണ്. അതായത് പ്രീവിയസ് പെട്രോൾസ് അതിൻ്റെ ബ്ലെൻഡഡ് പെർസെൻറ്റേജ് എനിക്കറിയത്തില്ല. പ്രീവിയസ് പെട്രോൾ എന്ന് പറയുമ്പോൾ നോർമൽ പെട്രോൾ അപേക്ഷിച്ച് XP95 വെച്ച് ഓടിക്കുന്ന സമയത്ത് എനിക്കൊരു ഈ ക്ലിയർ ആയിട്ട് ഈ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്നുള്ളത് പറയേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. പക്ഷേ ആസ് എ സിറ്റിസൺ, ആസ് എ ഡെമോക്രാറ്റിക് കൺട്രി, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുള്ളത് എനിക്കുണ്ട്. ഓക്കെ, അതെല്ലാം കൊണ്ട് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, E0, E10 ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റി ഈ ഒരു പെട്രോൾ ഔട്ട്ലെറ്റുകളിൽ മേക്ക് ഷുവർ ചെയ്യുക. അത് ലീവ് ഇറ്റ് ടു ദ പബ്ലിക്. ലെറ്റ് പബ്ലിക് ഡിസൈഡ് ഇഫ് ദേ വാണ്ട് E0, E10, E20, E50, E85 ഓർ E100. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ പമ്പുകളിൽ ജനങ്ങൾക്ക് ഏത് പെട്രോൾ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അല്ലാതെ ഒരു ടൈപ്പ് പെട്രോൾ മാത്രം അവിടെ അവൈലബിൾ ആക്കിയിട്ട് അവരെ അത് അടിക്കാൻ ഫോഴ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഇപ്പോഴത്തെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോബ്ലം ബേസിക്കലി ഈസ് റിവോൾവിങ് അറൌണ്ട് ദ അവൈലബിലിറ്റി ഓഫ് ദ ഫ്യൂവൽ ഇൻ ദ പെട്രോൾ പമ്പ്. ഓക്കെ, രണ്ടാമത്തത് ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ധൃതി പിടിച്ച് ഒരുപാട് എഥനോൾ ബ്ലെൻഡിങ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ മെല്ലെ മെല്ലെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു ഒരു പ്രൊവിഷൻ ഗവൺമെൻറ് ചെയ്യണം. കാരണം ആസ് ഓഫ് നോ ഇപ്പോൾ ഫ്ലെക്സ് ഫ്യൂൽ ജസ്റ്റ് മാർക്കറ്റിലേക്ക് അവർ ലാസ്റ്റ് മന്ത് ഇറക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2023 മുന്നേ ഇറങ്ങിയ വണ്ടികളെല്ലാം E10 ആണ്. സോ ഗിവ് ഇറ്റ് മോർ ടൈം. അതായത് ഇപ്പോൾ ജനങ്ങൾ മേടിച്ച വണ്ടികൾ 2022, 2023 മേടിച്ച വണ്ടികൾ ആസ് എ ഇന്ത്യൻ കോമൺ മാൻ അല്ലെങ്കിൽ മിഡിൽ മാനിന് ഇമീഡിയറ്റ്ലി വണ്ടി മാറ്റാനുള്ള കേപ്പബിലിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗീവ് ദം സഫീഷ്യൻറ്റ് ടൈം സോ ദാറ്റ് ദേ ക്യാൻ സ്ലോലി അഡ്ജസ്റ്റ് ടു ദ E20 ഓർ E+ ബ്ലെൻഡഡ് പെട്രോൾ. മൂന്നാമത്തെ ചെയ്യേണ്ടത് മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് ഇനഫ് infra upgrade possibilities for people who want to start using ethanol blended petrol. അതായത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കിറ്റ്സ് അവൈലബിൾ ആക്കി വെക്കുക. അതായത് ഓരോ പെട്രോൾ പമ്പിലാണെങ്കിൽ പെട്രോൾ പമ്പിൽ അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻസിലാണെങ്കിൽ അവിടെ ഈ ഒരു എഥനോൾ ബ്ലെൻഡ് സപ്പോർട്ടുള്ള എഞ്ചിനാക്കി മാറ്റാനുള്ള കിറ്റ് അവൈലബിൾ ആക്കുക. അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. കാരണം they bought a vehicle and now if they have to spend another huge amount for the migration kit, that's going to be huge problem. So അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മൈഗ്രേഷൻ കിറ്റ് അവൈലബിൾ ആക്കുക. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലീവ് ദ ചോയ്സ് ടു ദ പബ്ലിക്. നിങ്ങൾ എന്തിനാണ് ഫോഴ്സ് ചെയ്യുന്നത്? കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് E0 അടിക്കണമെങ്കിൽ E0 അടിച്ചോട്ടെ, E20 അടിക്കണമെങ്കിൽ E20 അടിച്ചോട്ടെ, നിങ്ങൾ നാളെ E85 അവൈലബിൾ ആക്കുകയാണെങ്കിൽ E85 അടിച്ചോട്ടെ. ഇറ്റ്സ് അപ് ടു ദ പബ്ലിക്, റൈറ്റ്? അപ്പോൾ ഫോഴ്സ് ചെയ്യാതിരിക്കുക. പെട്രോൾ പമ്പുകളിൽ ആവശ്യത്തിന് പെട്രോള്, അതായത് എത്രയാണ് എഥനോൾ ബ്ലെൻഡ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പെട്രോൾ അവൈലബിൾ ആക്കുക. അത് ജനങ്ങൾക്ക് ഉള്ള അധികാരമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ റൈറ്റ്സ് ആണ്. അവരടിക്കുന്ന പെട്രോൾ ഏതാണ്, അതിലെ കോമ്പണൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി അവർക്ക് അടിക്കാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക. അല്ലാതെ ജനങ്ങളെ ഫോഴ്സ് ചെയ്യുക, ജനങ്ങളെ കളിയാക്കുക, അങ്ങനെയുള്ളൊരു ധാർഷ്ട്യം വെച്ച് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ആ ഒരു പോളിസി സക്സസ്ഫുൾ ആവത്തില്ല. ആസ് ഓഫ് നൗ ഡിയർ മിനിസ്റ്റർ ചെയ്യുന്നത് ഒരു മോക്കറി കൈൻഡ്, അല്ലെങ്കിൽ ജനങ്ങളെ ഫൂളാക്കുന്ന ഒരു അപ്രോച്ചാണ് പുള്ളി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും ജനങ്ങളെ കളിയാക്കലാണ്. ഇതൊരു ഡെമോക്രാറ്റിക് പ്രക്രിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വ്യൂസ് എടുക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലൊരു തിരിച്ചടിയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. സോ ഈ ഒരു എഥനോൾ വിഷയത്തിൽ പെട്രോൾ പമ്പുകളിൽ എല്ലാ തരം പെട്രോൾ, അതായത് E0, E10, E20 ആൻഡ് E20+ പെട്രോളുകൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വിനീതമായ അപേക്ഷയാണ്. കാരണം ഈ 2023 മുന്നേ ഇറങ്ങിയ വണ്ടികളിൽ E10 മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ക്ലിയർ ആയിട്ട് അവരുടെ യൂസർ മാനുവലിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ യൂസർ മാനുവലിൽ ആദ്യത്തെ ഒരു 4 പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഫ്യൂവൽ റിക്വയർമെൻറ്റ്സ് എന്നൊരു സെക്ഷൻ എടുത്തിട്ട് അത് ഡീറ്റെയിൽ ആയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്നലെ എൻ്റെ ട്വിറ്റർ പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി ഒരു സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ 2023 മുന്നേ ഇറങ്ങിയ ആൾക്കാർക്ക് E0 അല്ലെങ്കിൽ E10 അടിക്കാനുള്ളൊരു അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പെട്രോൾ പമ്പുകളിൽ അവൈലബിൾ ആയിരിക്കണം. ഇത്രമാത്രം എനിക്ക് പറയാനുള്ള ഈ ഒരു എഥനോൾ കാര്യത്തിൽ. താങ്ക് യു സോ മച്ച്.